നമസ്കാരം. നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുകയാണല്ലോ. അതേക്കുറിച്ച് രണ്ടു വാക്ക്. നമുക്കറിയാം, 1992 ഭരണഘടനാ ഭേദഗതി 72ഉം 73ഉം പ്രകാരം പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലുകൾ രൂപീകരിക്കപ്പെട്ടു. അതിന്റെ പിന്തുടർച്ചയായി 1994 കേരള പഞ്ചായത്തി രാജ് ആക്ടും മുനിസിപ്പാലിറ്റി നിയമവും പ്രകാരം അധികാര വികേന്ദ്രീകരണം നടത്തി അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ തത്വം അല്ലെങ്കിൽ ആ സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടിയായിരുന്നല്ലോ ഈ ഭരണഘടനാ ഭേദഗതികളും നിയമ രൂപീകരണങ്ങളും. ഇതിന് പ്രകാരം പഞ്ചായത്തുകളിൽ 3 തലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭകളും, മുനിസിപ്പാലിറ്റികളിൽ വാർഡ് സഭകളും, കോർപ്പറേഷനുകളിൽ വാർഡ് കമ്മിറ്റികളും രൂപീകൃതമായി. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓരോ വാർഡുകളിലെയും വോട്ടർമാരെ വിളിച്ചു ചേർത്ത് സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ആ വാർഡിലുള്ള ആവശ്യങ്ങൾ എന്താണ്, ആ ആവശ്യങ്ങൾ കണ്ടെത്തി അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ പ്രയോറിറ്റി ജനങ്ങൾ തന്നെ നേരിട്ട് തീരുമാനിക്കുന്ന ഒരു ഭരണ സംവിധാനം. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പഞ്ചായത്തുകളിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ എന്നില്ല. അതായത് നിങ്ങൾ ഒരു വാർഡ് മെമ്പറെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വാർഡ് മെമ്പർ ഈ ഭരണസമിതിയുടെ പാർട്ടാണ്. ഭരണസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാ മെമ്പർമാരും അതിന്റെ ഭരണസമിതിയിലെ അംഗങ്ങളാണ്. എങ്ങനെ? അതിനുവേണ്ടി പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേലും എങ്ങനെ അതിനുവേണ്ടി പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പർമാരും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേലും അംഗമായിരിക്കും. അതായത് ഭരണത്തിന്റെ ഭാഗമായിരിക്കും. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ അല്ലെങ്കിൽ ഒരു പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിലെ പോലെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ആണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന മെമ്പർ എന്നുള്ള വ്യത്യാസമില്ല. നിങ്ങളുടെ മെമ്പർ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഭരണത്തിൽ ഭാഗമാക്കാനുള്ള അവസരമുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിലെ ഭരണം ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണോ നടക്കുന്നത്? ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചാണോ നടക്കുന്നത്? അതായത് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ അതിന്റെ അന്തസത്തയ്ക്ക് ചേർന്ന വിധമാണോ നടക്കുന്നത്? നമ്മൾ ആലോചിക്കണം. നമുക്കറിയാം, ഈ പഞ്ചായത്തുകൾക്ക് പല ചുമതലകളുണ്ട്. അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ, അനിവാര്യ ചുമതലകൾ, പൊതുവായ ചുമതലകൾ, മേഖലാ ചുമതലകൾ, ഇങ്ങനെ പഞ്ചായത്തിന്റെ തലങ്ങൾ അനുസരിച്ച് ഇതിന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ചുമതലകൾ ഇന്ന് കാര്യക്ഷമവിധം നടപ്പാക്കുന്നുണ്ടോ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതികൾ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. ഈ ഭരണസമിതിയിൽ, ഈ ഭരണത്തിൽ, ഈ ഗ്രാമസഭയിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഇൻവോൾവ് ആണോ? അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു.